ഹലോ, ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റിയായ ഒരു പരിപ്പ് പടവലങ്ങ റെസിപ്പിയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് കുക്കറിലോട്ട് 1/2 കപ്പ് മസൂർ ഡാൽ അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മസൂർ ഡാലാണ് യൂസ് ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഏത് ഡാലാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. തുവർ ഡാലോ മൂങ് ഡാലോ എന്ത് ഡാലായാലും കുഴപ്പമില്ല. എന്ത് വേണമെങ്കിലും ഏത് ഡാൽ വേണമെങ്കിലും ഈ കറിക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അതിനോട് കൂടെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയൊരു പടവലങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഞാൻ ചേർത്ത് കൊടുത്തു. ഈ കറിക്ക് നമ്മൾ സവാളയോ തക്കാളിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് കുക്കറിൽ കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ ക്ലോസ് ചെയ്യാം. ഒന്ന് തിളച്ചതിന് ശേഷം കുക്കർ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കുക്കറിൽ 2 വിസിൽ വന്ന് പ്രഷറൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുക. ഇവിടെ നമ്മുടെ പരിപ്പും പടവലങ്ങയും എല്ലാം നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഈ കറിയിൽ നമുക്കങ്ങനെ പരിപ്പോ പടവലങ്ങയോ അങ്ങനെ ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ല. എല്ലാം ഒരു കുഴഞ്ഞ ഒരു കറിയാണ്. ഇപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം കണ്ടാൽ തന്നെ അറിയാം എല്ലാം നല്ലപോലെ കുക്കായി നല്ലപോലെ മാഷായിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് വളരെ തിക്കായിട്ടുള്ളൊരു കറിയാണ്. അതിനോട് കൂടെ തന്നെ നമുക്ക് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് വളരെ കുറച്ച് 2-3 ടേബിൾ സ്പൂൺ തേങ്ങയും വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കൂടെ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ അരച്ച മിക്സ്ചർ നമുക്ക് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഈ തേങ്ങയുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ കുക്കായിട്ടുണ്ട്. തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇത് ഇരിക്കുമ്പോൾ വീണ്ടും തിക്കാവുന്ന ഒരു കറിയാണ്. ഇപ്പോൾ എൻ്റെ പച്ചമണമൊക്കെ മാറിയതുകൊണ്ട് ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തൊഴിക്കാം. ഞാനിതിനു വേണ്ടി ആകെ കടുകും കരിയാപ്പിലയും വറ്റൽമുളകും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതൊന്ന് ജസ്റ്റ് നമുക്ക് കടുക് വറുത്ത് മുകളിലേക്ക് ഒഴിക്കാം. ഇവിടെ നമ്മുടെ പരിപ്പ് പടവലങ്ങ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്.